നിങ്ങളുടെ വിശ്വാസത്തിൽ അദ്ദേഹം ശരിയായ സുന്നി പോലുമല്ല. മുട്ടും പാട്ടൊക്കെ അടക്കട്ടെ. നിങ്ങളിപ്പോ മഹാനരായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന ഉമർ ഹഫീളിന് തബ്ലീഗിനെ കുറിച്ചുള്ള വീക്ഷണമെന്ത്? അത് നിങ്ങൾ കുറച്ച് അടങ്ങാറാവും. സമസ്ത ഫത്വ കൊടുത്തിയില്ലേ? ഒന്നിച്ചല്ലേ ഫത്വ? മുഹമ്മദ് ഇല്യാസ് സ്ഥാപിച്ച തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്താണ് മൂപ്പര അഭിപ്രായം? മൂപ്പരെന്നെ വന്ന് പറയും. ഒന്നുകിൽ സമസ്ത പിരിച്ചിടുക, മൂപ്പരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മൂപ്പരെ അടുത്ത ഫ്ലൈറ്റിൽ കയറ്റുക, നിങ്ങൾ നിലനിൽക്കുക. രണ്ടാലൊന്നല്ലാതെ നടക്കൂല. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്താ പറയുന്നത് കേട്ടോളൂ. അയാൾ എന്നെ പറയട്ടെ. هي عدتكم للراحة في القبور ويوم البعث والنشور فقدموا ما استطعتم وأنفقوا في سبيل الله من العمر ومن المال ومن العقل ما استطعتم وتعاونوا على هذه الخيرات ونشر هذه العلوم النافعات. وتفرحنا بما مشت عليه خطوات أهل التبليغ في هذا البلد المبارك من الاستمساك بالأصل الذي كان عليه السابقون الأولون من المهاجرين والأنصار والذي أسس عليه الأساس الشيخ محمد الياس عليه رحمة الله تبارك وتعالى في قيام هذا الجهد وهذا العمل. فالله يعينكم على التمام وعلى الإتمام وينعم عليكم بأعظم الإنعام ويكرمكم بأجل الإكرام وينشر الخير فاستعدوا للبذل في سبيل മനസ്സിലായോ? ഇന്ത്യ രാജ്യത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ആൾ പറയാണ്, ഈ ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താണ്. ശൈഖ് മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന മൂപ്പര് റഹ്മത്തുള്ളാഹി അലൈഹി വതബാറക വതആല ഇലാഖിരി, അങ്ങനെയുള്ള വലിയ ശൈഖായ മുഹമ്മദ് ഇല്യാസ് മൂപ്പര് സ്ഥാപിച്ച തബ്ലീഗി പ്രവർത്തനം അൻസ്വാറുകളും മുഹാജിറുകളും ചെയ്ത അതേ പണി മൂപ്പര് ഏറ്റെടുത്തതാണ്. അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് ആ നിയോഗം പോലെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് തബ്ലീഗ് ജമാഅത്ത് ഏറ്റവും വലിയ പ്രവർത്തനമാണ് എന്ന് പ്രസംഗിക്കുകയും ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്ന ആ പറയപ്പെട്ട ആളെ നിങ്ങൾ എങ്ങനെ സുഹബത്തിരുത്തും? ഇല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. 3-4 ദിവസം ഇവിടെ ഉണ്ടല്ലോ, വേദികളുണ്ടല്ലോ. മുഹമ്മദ് ഇല്യാസ് സ്ഥാപിച്ച തബ്ലീഗ് ജമാഅത്ത് അഹ്ലുസുന്നക്ക് വിരുദ്ധമാണ് എന്നൊന്ന് മുഹമ്മദ് ഇല്യാസിനെ സംബന്ധിച്ചോ അയാളുടെ തബ്ലീഗിനെ കുറിച്ചോ ഉമർ ഹഫീദ് എന്നവരെ കൊണ്ട് പറയിപ്പിക്കാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. ഞങ്ങൾ നിങ്ങളോടാ ചോദിക്കണം, മൂപ്പരോട് എനിക്ക് ചോദ്യമല്ല. മൂപ്പര് നമ്മൾ ഏറ്റുമുട്ടില്ലല്ലോ. നിങ്ങളെ വാദം അനുസരിച്ചുള്ള ചോദ്യമാണ്. അന്നത്തെ പ്രസംഗമൊക്കെ മറന്നോ? ഇല്യാസ് ആരാണ്? പഴയ അണ്ടോണ ഉസ്താദിന്റെ പ്രസംഗം ഉണ്ടല്ലോ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. മർക്കസിലെ മുദരിസായിരുന്നു മൂപ്പർ. രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക്. അന്നത്തെ പ്രസംഗത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കേൾപ്പിക്കും. ഷാഹി ഷഹീദ് കെ ബാദുമേ എന്നിട്ട് പറയുന്ന ഈ ഇസ്മായിൽ ഷഹീദിന് ശേഷം അതേ സന്ദേശത്തിന്റെ പതാകവാഹകരും പ്രചാരകരും ദൈവബന്ദിലെ ഉന്നതരായ കാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗാംഗോഹി, അഷ്റഫ് അലി ഥാനവി और उनके തലാമിദ ഉറഫായവി റഹേ അവരുടെ ശിഷ്യഗണങ്ങളും പിൻഗാമികളും ആയിരുന്നു എന്ന്. അപ്പോൾ ദൈവബന്ദിലെ മുഹമ്മദ് കാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗാംഗോഹി, അഷ്റഫ് അലി ഥാനവി, ഖലീൽ അഹമ്മദ് അംബേദ്കർ തുടങ്ങിയ ആളുകളെല്ലാം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത് ഇബ്നു അബ്ദുൽ വഹാബ് നജ്ദിൽ വെച്ച് പ്രചരിപ്പിച്ച അതേ ആശയവും ആദർശവുമായിരുന്നു എന്ന് ഈ ഷാഹ് മുഹമ്മദ് ഇല്യാസിന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ മുഹമ്മദ് മൻസൂർ നുഅ്മാനി രേഖപ്പെടുത്തുന്നു. സഹോദരന്മാർ, ഇനി നേരത്തെ പറഞ്ഞതുമായി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ അഷ്റഫ് അലി താനവിയുടെയും റഷീദ് അഹമ്മദ് ഗാംഗോയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കലും നവോത്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കലുമാണ് എന്റെ ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറയുമ്പോൾ ഇതുമായി സഹകരിക്കാൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നിർവാഹമുണ്ടോ എന്ന് നാം ചിന്തിക്കുക. റഷീദ് അലി ഈ ദൈവബന്ദിയിലെ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് അയാൾ പ്രചരിപ്പിച്ച തനി വഹാബിസം, നജ്ദിയൻ വഹാബിസം, അതാണ് എന്റെ ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കി മുഹമ്മദ് ഇല്യാസ്. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രസ്ഥാനത്തെ
ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അണ്ടോണ ഉസ്താദിനെ പോലെയുള്ള അന്നത്തെ മർക്കസിലെ ഉസ്താദുമാർ തീർത്ത് പറയുന്നു. സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാരെ പി അടക്കം. പറയാൻ ബാക്കി ആരുമില്ല. അണ്ടോണ ഉസ്താദിന്റെ പാരമ്പര്യം നിങ്ങൾക്കുണ്ടോ? മൂപ്പര മോൻ സ്വാലി സഖാഫി ഏതായാലും മുമ്പേ ഇത് രക്ഷപ്പെട്ടിന്. മൂപ്പര് അണ്ടോണ ഉസ്താദിന്റെ പാരമ്പര്യത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. അല്ലാഹു അല ദർജ അണ്ടോണ ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആണ്ടിന്റെ സമയമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അണ്ടോണ ഉസ്താദിനെ പോലെ, എം എ ഉസ്താദിനെ പോലെ, അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തെ പോലെ മുഹമ്മദ് ഇല്യാസിന്റെ പാർട്ടി പഴച്ചതാണ് എന്ന് സമസ്ത തീരുമാനമെടുത്തപ്പോ അത് അഹ്ലുസുന്നയുടെ നടുഖണ്ഡമാണ്, മുഹാജിർ അൻസാറുകളുടെ പ്രവർത്തനമാണ് തബ്ലീഗ് നടത്തുന്നത് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന ആളെങ്ങനെ സുഹബക്ക് പറ്റും? സുഹബക്ക് അവസരം ഉണ്ടല്ലോ, ചോദിച്ചു നോക്കി തബ്ലീഗിന്റെ വിധി എന്താ? നല്ല മറുപടി കിട്ടും. സമസ്തനെ മുമ്പിൽ ആപ്പി സൂര്യാണ് തരും. തിരിച്ചു പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് പറയിപ്പിക്കാനാവൂല. നിങ്ങൾ മുഷാവറ കൂടി മൂറുകൂടി തിരുത്തിക്ക് വെല്ലുവിളിയാണ്, കഴിയില്ല നിങ്ങൾക്ക്. മൂപ്പര് അത്രയും ഉറപ്പിലാണുള്ളത്. ഇപ്പോഴും തബ്ലീഗിന്റെ ആസ്ഥാനത്ത് വരെ മൂപ്പര് മക്കളെ ദിവസങ്ങളോളം പറഞ്ഞേക്കുന്ന ആളാണ്. നല്ല ഓരോന്നിനാണല്ലോ കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള മശായിഖന്മാരെ ടോർച്ചടിച്ചു നോക്കി ഭൂതക്കണ്ണാടി വെച്ച് അങ്ങോട്ട് തിരിയുന്നുണ്ടോ, അങ്ങാടി പോകുന്നുണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ, ഇതൊക്കെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ചങ്ങാതിമാരെ, സാക്ഷാൽ തബ്ലീഗ് ഉഷാറാന്നറിയുന്ന ആളെയാണ് നിങ്ങൾ സമ്മേളനത്തിൽ ആദരിക്കുന്നതും സുഹബക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ മറുപടി പറയും മൂപ്പര വഴിയിൽ പോട്ടെ. റോഡസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, റോഡസിനെ കുറിച്ച് നമുക്ക് ചർച്ചയൊന്നുമില്ല. എന്താ അതിപ്പോ തബ്ലീഗിന്റെ കേന്ദ്രമായി മർക്കസ് മാറുന്നുവോ? പാണക്കാട് സ്വാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്ക്. കണ്ടോ, തബ്ലീഗ് സമ്മേളനത്തിലും യുവജന നേതാവ് സ്വാദിഖ് അലി തങ്ങൾ EK വിഭാഗത്തിന് പ്രതിരോധിക്കാനാകുന്നില്ല. സിറാജിന്റെ വാർത്തയാണ്. പാണക്കാട് സാദാത്തീങ്ങളെ പിന്നിൽ നടന്ന് പഴയ കാലത്ത് നിങ്ങൾ തുടങ്ങിയൊരു സംഭവാത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെയുള്ള സാദാത്തീങ്ങളും എവിടെങ്കിലും ഒരു യോഗത്തിൽ പങ്കെടുത്താൽ അതൊരു വലിയ സംഭവമായി ഉയർത്തിക്കാട്ടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മർക്കസിന്റെ ഉള്ളിൽ തബ്ലീഗിന്റെ ഏറ്റവും വലിയ നേതാക്കളാ വന്നുകൊണ്ടിരിക്കുന്നത്.